പാലാ നഗരസഭ ചെയർപേഴ്സണായി മായ രാഹുലിനെ തിരഞ്ഞെടുത്തു. LDF പിന്തുണയോടെയാണ് മായ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തുന്നത്. 16 വോട്ടുകളാണ് സ്വതന്ത്ര കൌൺസിലറായ മായയ്ക്ക് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി റിയ ചീരാൻകുഴിക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. വിമത കൌൺസിലറായ ലിസിക്കുട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി റിയ ചീരാൻകുഴിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ചയാളാണ് മായ രാഹുൽ. 12 LDF കൌൺസിലർമാരുടെയും 3 കോൺഗ്രസ് വിമതരുടെയും സ്വന്തം വോട്ടും നേടിയാണ് മായ ചെയർപേഴ്സണായിരിക്കുന്നത്. നന്മയുടെ വിജയമെന്നാണ് വിജയത്തിന് പിന്നാലെ മായ പ്രതികരിച്ചത്. മായ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പാലായിൽ അവിശ്വാസം പാസായതിനു പിന്നാലെ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനു പുളിക്കക്കണ്ടത്തിന്റെ സ്ഥാനം തെറിച്ചിരുന്നു. ഇതാണ് പുതിയ ചെയർപേഴ്സണായുള്ള തെരഞ്ഞെടുപ്പിന് വഴിവെച്ചത്. UDF ഭരണത്തിലുണ്ടായിരുന്ന പാലായിൽ ഇടതുപക്ഷമാണ് അവിശ്വാസം കൊണ്ടുവന്നത്. 5 UDF കൌൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണച്ചതോടെയാണ് അവിശ്വാസം പാസായത്. വിപ്പ് ലംഘിച്ച് യോഗത്തിലെത്തിയ കോൺഗ്രസ് കൌൺസിലർമാരും മായ രാഹുലും LDF അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. പാലാ നഗരസഭയിൽ LDFനും UDFനും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയ ബിനു പുളിക്കക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ആദ്യ ടേമിൽ ചെയർപേഴ്സൺ സ്ഥാനം ദിയയ്ക്ക് നൽകുകയായിരുന്നു. എന്നാൽ 6 മാസം മാത്രമായിരുന്നു ഈ ഭരണത്തിന് ആയുസ്.